എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് പ്രധാനമായിട്ടും ഗവൺമെൻറ്റിൻ്റെ സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് കാർഡുമായി ബന്ധപ്പെടുത്തിയുള്ള വിശദാംശങ്ങളാണ്. ഓരോ വ്യക്തിക്കും 5 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുന്ന RSPOE കാർഡുമായി ബന്ധപ്പെടുത്തിയുള്ള വിശദാംശങ്ങളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. ഏകദേശം 15 വർഷങ്ങൾക്ക് മുൻപാണ് സൗജന്യ ഗവൺമെൻറ് ആരോഗ്യ ഇൻഷുറൻസ് കാർഡുമായി ബന്ധപ്പെടുത്തി സർക്കാർ മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അന്ന് ഒരു കുടുംബത്തിലെ 5 ആളുകൾക്ക് 5 ലക്ഷം രൂപ പരിരക്ഷ ലഭിക്കുന്ന രൂപത്തിലാണ് ഈ കാർഡ് ഉണ്ടായിരുന്നത്. ചിപ്പ് പതിപ്പിച്ച 5 ആളുടെ ഫോട്ടോ ഉള്ള രീതിയിലായിരുന്നു ഈ കാർഡ് ഓരോ കുടുംബത്തിനും ലഭിച്ചിട്ടുണ്ടായിരുന്നത്. അത് എല്ലാ വർഷവും അന്ന് പുതുക്കണമായിരുന്നു. അന്ന് കറക്റ്റായി പുതുക്കിയ ആളുകൾക്ക് മാത്രമാണ് അതിൽ പിന്നീട് കാർഡിൻ്റെ ഉപയോഗം ലഭിച്ചതും പിന്നീട് പുതുക്കുവാൻ സാധിച്ചതും. 2018-19 കൊറോണയ്ക്ക് മുൻപാണ് ഓരോ വ്യക്തിക്കും അന്ന് കാർഡ് ലഭിക്കുന്നത്. എന്നാൽ അന്നൊന്നും പുതിയ കാർഡ് എടുക്കുവാനുള്ള അവസരം ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ അത് പുതിയ ആളുകളെ ചേർക്കുവാനും നമുക്ക് സാധിച്ചിരുന്നില്ല. പിന്നീട് ഘട്ടം ഘട്ടമായിട്ട് അതിൽ ഒരുപാട് അപ്ഡേഷനുകൾ വന്ന് ആദ്യം വന്ന അപ്ഡേഷൻ വീട്ടിൽ ആർക്കെങ്കിലും ഒരാൾക്ക് കാർഡ് ഉണ്ടെങ്കിൽ റേഷൻ കാർഡിൽ പേരുള്ള മുഴുവൻ ആളുകളെയും ഇതിലേക്ക് ചേർക്കുവാൻ സാധിക്കുന്ന രീതിയിലായിരുന്നു. പിന്നീട് വന്ന ഒരു അപ്ഡേഷനായിരുന്നു നമുക്ക് സ്വന്തമായി തന്നെ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ഇതിലേക്ക് ആഡ് ചെയ്യുവാൻ സാധിക്കുന്നത്. അതിനുശേഷം ഇപ്പോൾ 70 വയസ്സ് കഴിഞ്ഞ എല്ലാ ആളുകളും കാർഡിൽ ഉൾപ്പെടുത്തുവാനുള്ള ഒരു അപേക്ഷ കൂടി ഇപ്പോൾ വന്നിരിക്കുന്നു. ഇപ്പോൾ ഇതിൻ്റെ ആനുകൂല്യം ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി ഒരു പുതിയ അപ്ഡേഷൻ കൂടി വരുന്നത് 60 വയസ്സ് കഴിഞ്ഞ എല്ലാ ആളുകളെയും ഇതിലേക്ക് ചേർക്കുന്നതിനുള്ള അപ്ഡേഷൻ വരുമെന്നാണ് ഇപ്പോൾ അറിയുവാൻ സാധിച്ചിട്ടുള്ളത്. നമ്മുടെ ആധാർ അധിഷ്ഠിതമായിരിക്കും ഈ കാർഡിൻ്റെ തുടർന്നുള്ള നടപടികൾ ഉണ്ടായിരിക്കുന്നത്. ആധാറിൽ വരുന്ന ഫോൺ നമ്പർ, ആധാറിൽ വരുന്ന OTP എന്നിവയെല്ലാം അടിസ്ഥാനത്തിലായിരിക്കും ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കുന്നത്. അവർക്ക് ഈ കാർഡിൻ്റെ ആനുകൂല്യങ്ങൾ ലഭിക്കുകയുള്ളൂ. ഏതായാലും വരും ദിവസങ്ങളിൽ തന്നെ മെയ് മാസം പകുതിയോടുകൂടി ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ സാധിക്കുമെന്നാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. നമ്മൾ ആധാർ കാർഡിൽ എല്ലാ കാര്യങ്ങളും റെഡിയാക്കി വയ്ക്കുക. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമാണ് നമ്മുടെ റേഷൻ കാർഡിൽ പേരുള്ളത് ആധാർ കാർഡുമായി ബന്ധപ്പെടുത്തി ഒരേപോലെ ആണെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. റേഷൻ കാർഡിൽ എന്തെങ്കിലും മാറ്റമോ എന്തെങ്കിലും വ്യത്യാസമോ അല്ലെങ്കിൽ ആധാറുമായി ബന്ധപ്പെടുത്തി ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കേണ്ടതാണ്. ആധാർ കാർഡിൽ സർനെയിമുള്ള പേരാണെങ്കിൽ റേഷൻ കാർഡിലും സർനെയിം ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. ആധാർ കാർഡ്, റേഷൻ കാർഡ് എന്നിവ അടിസ്ഥാനമാക്കിയായിരിക്കും ഇതിൻ്റെ ആനുകൂല്യങ്ങൾ ആളുകൾക്ക് ലഭിക്കുന്നത്. നിർബന്ധമായിട്ടും ഇക്കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ കാർഡിൻ്റെ പ്രോസസ്സിംഗ് വരുന്ന സമയത്ത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ശരിയാക്കുവാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ പുതിയ ആളുകൾക്ക് ചേർക്കുവാൻ ഇപ്പോൾ കഴിയുന്നില്ല എങ്കിലും നമ്മുടെ വീടുകളിലുള്ള ആരെങ്കിലും ഒരാൾക്ക് കാർഡ് ഉണ്ടെങ്കിൽ നമുക്ക് ചേർക്കുവാൻ സാധിക്കുന്നുണ്ട്. എന്തെങ്കിലും ഒരു അത്യാവശ്യം വരുന്ന ഘട്ടങ്ങളിൽ ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ നമുക്ക് ഫിംഗർ പ്രിൻ്റ് ഉപയോഗിച്ച് നമുക്ക് കുടുംബത്തിൽ ആർക്കെങ്കിലും ഈ കാർഡ് ഉണ്ടെങ്കിൽ മറ്റുള്ളവരെയും ഈ ആനുകൂല്യങ്ങളിലേക്ക് ചേർക്കുവാൻ സാധിക്കുന്നതാണ്. അതിന് നമുക്ക് മറ്റുള്ള ഫീസോ കാര്യങ്ങളോ ഒന്നും നൽകേണ്ട ആവശ്യം വരുന്നില്ല. അതിനുശേഷം ഓൺലൈനായിട്ട് നമുക്ക് കാർഡ് പ്രിൻ്റ് എടുക്കുവാനും സാധിക്കുന്നുണ്ട്. കറക്റ്റായി തന്നെ ഗവൺമെൻറ് പറയുന്ന കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ബുദ്ധിമുട്ടില്ലാതെ ഇതിൻ്റെ ഉപയോഗം ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്തെത്തിക്കുവാനും ശ്രമിക്കേണ്ടതാണ്. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.